ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മൾ മിക്ക ആളുകളും ശമ്പളത്തിൽ നിന്നും PF തുക അടക്കുന്നവരായിരിക്കും. എന്നാൽ PF ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അതായത് പണം പിൻവലിക്കാനോ പേര് തിരുത്താനോ ഒക്കെ വലിയ താമസം നേരിടാറില്ലേ? ക്ലെയിമുകൾ റിജക്റ്റ് ആകുന്നത് ഇന്ന് പലരുടെയും പ്രധാന പരാതിയാണ്. എന്നാൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരവുമായി കേന്ദ്ര സർക്കാർ EPFO 3.0 എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ATM വഴിയോ UPI വഴിയോ PF പണം പിൻവലിക്കാം എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ഇതുൾപ്പെടെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങളാണ് EPFO 3.0യിലൂടെ വരുന്നത്. എന്തൊക്കെയാണ് ഈ മാറ്റങ്ങൾ? ഇത് എപ്പോൾ മുതൽ ലഭ്യമാകും? ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് EPFO 3.0? ആദ്യം തന്നെ എന്താണ് ഈ EPFO 3.0 എന്നത് ലളിതമായി പറയാം. നിലവിലുള്ള EPFOയുടെ വെബ്സൈറ്റും സാങ്കേതികവിദ്യയും വളരെ പഴയതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ഉപയോഗിക്കുമ്പോൾ സൈറ്റ് ഹാങ് ആകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇതിന് പരിഹാരമായി അത്യാധുനിക സോഫ്റ്റ്വെയറുകളും സെൻട്രലൈസ്ഡ് ഡാറ്റാബേസും ഉപയോഗിച്ച് EPFO സിസ്റ്റം പൂർണ്ണമായി നവീകരിക്കുന്ന പ്രക്രിയയാണ് EPFO 3.0. ഇതിൻ്റെ ആദ്യഘട്ടമെന്നോണം രാജ്യത്തുടനീളമുള്ള എല്ലാ PF വരിക്കാരുടെയും വിവരങ്ങൾ ഒരൊറ്റ കേന്ദ്രീകൃത സർവറിലേക്ക് മാറ്റുന്ന ജോലി സർക്കാർ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ടൊന്ന് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ATM അല്ലെങ്കിൽ UPI വഴി പണം പിൻവലിക്കാം. ഏറ്റവും ആകർഷകമായ മാറ്റം ഇതാണ്. നിലവിൽ നമ്മൾ PF പണം പിൻവലിക്കാൻ ഓൺലൈനായി അപേക്ഷ നൽകി ദിവസങ്ങളോളം കാത്തിരിക്കണം. എന്നാൽ EPFO 3.0 പൂർണ്ണമായി നടപ്പിലാകുന്നതോടുകൂടി അടിയന്തര ഘട്ടങ്ങളിൽ നിങ്ങളുടെ PF അക്കൗണ്ടിലുള്ള തുക ATM കാർഡ് വഴിയോ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI ആപ്പുകൾ വഴിയോ നേരിട്ട് പിൻവലിക്കാൻ സാധിക്കും. ഇതിൻ്റെ പരീക്ഷണങ്ങൾ സർക്കാർ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട മാറ്റം ഓട്ടോ സെറ്റിൽമെൻറ്റ് പരിധി 5 ലക്ഷമാക്കി ഉയർത്തി. മെഡിക്കൽ ആവശ്യങ്ങൾക്കും മറ്റും അടിയന്തരമായി PF പണം അപേക്ഷിക്കുമ്പോൾ ഉദ്യോഗസ്ഥരുടെ ഇടപെടലില്ലാതെ കമ്പ്യൂട്ടർ തന്നെ തനിയെ പരിശോധിച്ച് പണം അക്കൗണ്ടിലെത്തിക്കുന്ന സംവിധാനമാണ് ഓട്ടോ സെറ്റിൽമെൻറ്റ്. ഇതിൻ്റെ പരിധി മുൻപ് 1 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാർ അത് 5 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. അപേക്ഷ നൽകി മിനിറ്റുകൾക്കകം പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെത്തും. അടുത്ത പ്രധാന മാറ്റം തെറ്റുകൾ തിരുത്തുന്നത് ലളിതമാകും. പലരുടെയും PF പണം ബ്ലോക്ക് ആകുന്നത് പേര്, ജനനത്തീയതി എന്നിവയിലെ തെറ്റുകൾ കാരണമാണ്. ഇത് തിരുത്താൻ മുമ്പ് വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ജോയിൻ്റ് ഡിക്ലറേഷൻ വഴി വരിക്കാർക്ക് സ്വന്തമായി ഓൺലൈനായി ആധാർ OTP ഉപയോഗിച്ച് ഇത്തരം തെറ്റുകൾ തിരുത്താം. ഒന്നിനും PF ഓഫീസിൽ പോകേണ്ടതില്ല. അടുത്ത മാറ്റം EPFO പെൻഷൻകാർക്കുള്ള ആശ്വാസമാണ്. EPFO പെൻഷൻ വാങ്ങുന്നവർക്ക് വർഷാവർഷം ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇനി മുതൽ സ്വന്തം മൊബൈൽ ഫോണിലെ ഫേസ് റെക്കഗ്നീഷൻ ആപ്പ് വഴിയും ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാം. കൂടാതെ പെൻഷൻ തുക ഏത് ബാങ്കിലെ അക്കൗണ്ടിലേക്കും മാറ്റാനുള്ള സൗകര്യവും ഇതിലൂടെ ലഭിക്കും. ഈ സംവിധാനം എപ്പോൾ നിലവിൽ വരും? ഇനി എല്ലാവരുടെയും ചോദ്യം ഇതായിരിക്കും, EPFO 3.0 നിലവിൽ വന്നോ? പൂർണ്ണമായ രൂപത്തിൽ ഇത് എല്ലാവരിലേക്കും എത്തിയിട്ടില്ല. എന്നാൽ നമ്മൾ മുകളിൽ പറഞ്ഞ പല മാറ്റങ്ങളും, ഉദാഹരണത്തിന് 5 ലക്ഷത്തിൻ്റെ ഓട്ടോ സെറ്റിൽമെൻറ്റും ഓൺലൈൻ പ്രൊഫൈൽ കറക്ഷനും ഇപ്പോൾ തന്നെ ഘട്ടങ്ങളായി നടപ്പിലാക്കി കഴിഞ്ഞു. UPI ATM വഴിയുള്ള പണം പിൻവലിക്കൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർണ്ണ തോതിൽ ലഭ്യമാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ മൈഗ്രേഷൻ പ്രോസസ്സ് വെബ്സൈറ്റ് വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല സേവനങ്ങളും ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. തീർച്ചയായും കോടിക്കണക്കിന് വരുന്ന ശമ്പളക്കാരായ ജീവനക്കാർക്ക് വലിയൊരു അനുഗ്രഹമാണ് EPFO 3.0. PF ഓഫീസുകളുടെ അനാവശ്യമായ താമസം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.